safemusiclist.com, royalty-free music for marketing and promotional videos. safemusiclist.com, royalty-free music for marketing and promotional videos. ഇന്ത്യയുടെ പ്രതിപക്ഷ എംപിമാരെ മുഴുവൻ ജയിലിലടയ്ക്കുവാനായിട്ടുള്ള ഫാസിസ്റ്റ് സമീപനമാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഈ രാജ്യത്തിന്റെ മുമ്പാകെ കാഴ്ചവെച്ചത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്താകമാനം ഇന്ന് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരികയാണ്. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനത്തിന് ശേഷം നടക്കുന്ന ഈ പ്രതിഷേധ സംഗമം മഹാത്മാഗാന്ധിയുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഈ സ്മാരകത്തിന്റെ മുമ്പിൽ നമ്മൾ ഇന്ന് ഈ പ്രതിഷേധ സംഗമം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വവും സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യവ്യാപകമായി നടക്കുന്നത്. ഞങ്ങളിങ്ങനെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്ത് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാമെന്നുള്ള വ്യാമോഹമൊന്നുമല്ല, പക്ഷെ നിഷ്പക്ഷമായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ നടക്കണമെന്നുള്ള, ഈ രാജ്യത്തിന്റെ പൗരാവകാശം, ജനങ്ങളുടെ പൗരാവകാശം വിനിയോഗിക്കപ്പെടണമെന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് UDF-ന്റെ ആലപ്പുഴ ജില്ലാ ചെയർമാൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ വിവരശേഖരണം നടത്തി പത്രസമ്മേളനം നടത്തി. അതിനുശേഷം ഇതിനെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ തെറ്റായ വോട്ട് കൊള്ളയ്ക്കെതിരെ നടത്തിയ മാർച്ചിൽ, ജനാധിപത്യ രീതിയിൽ നടത്തിയ മാർച്ചിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യയിലെ MP-മാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, AICC-യുടെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ ഉൾപ്പെടെ നേതാക്കന്മാരെ നരേന്ദ്രമോദിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് നീക്കം ചെയ്തത്. ശ്രീ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്ത തെറ്റ്? പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? യാതൊരു കാരണവുമില്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് കൊള്ളയെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞതാണോ തെറ്റ്? ഇലക്ഷൻ കമ്മീഷൻ, ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് കൊള്ള നടത്തി, അത് ജനങ്ങളോട് പറഞ്ഞ് എങ്ങനെ തെറ്റാവുന്നത്? ഇലക്ഷൻ കമ്മീഷൻ വേണമെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുക്കാമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുക്കാത്ത എന്താണ്? നമുക്കറിയാം, 2023 ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കണം എങ്ങനെയായിരുന്നു. 2023 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ, UPA ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്ന പ്രൈം മിനിസ്റ്ററും ഇന്ത്യയിലെ പരമാധികാര കോടതിയായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവുമാണ്. പക്ഷേ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രൈം മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ടാളുടെ ഭൂരിപക്ഷത്തുള്ളപ്പോൾ എങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം നടപ്പാവും? നിഷ്പക്ഷപരമായ ഒരു ഇലക്ഷൻ കമ്മീഷനെ അല്ല നിയമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നിയമിച്ചത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ശ്രീ ശേഷനെ കുറിച്ച് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ യാതോർത്തിരിക്കുന്ന നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നിഷ്പക്ഷമായ ഇലക്ഷൻ നടത്തേണ്ട ആ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വോട്ടുകൊള്ള നടത്തിയാലുള്ള സ്ഥിതി എന്താണ്? ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ വിജയിച്ചു വന്നിട്ടുള്ള ആളല്ല. അദ്ദേഹം 30-ലധികം സീറ്റിൽ ലക്ഷക്കണക്കിന് വോട്ടുകൊള്ള നടത്തി, വോട്ട് തിരിമറി നടത്തി അധികാരത്തിൽ വന്നതാണ്. നമുക്ക് ഒരു വീട്ടിൽ തന്നെ രണ്ടാളുകളുള്ള വീട്ടിൽ 10-80 വോട്ടുകൾ ചേർത്ത് കള്ള വോട്ട് ചെയ്യാനുള്ള ആളുകൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രേരിപ്പിക്കുകയാണ്.
സാധാരണഗതിയിൽ വോട്ട് നടക്കേണ്ട അനധികൃതമായ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് നീക്കം ചെയ്യേണ്ട ഇലക്ഷൻ കമ്മീഷനാണ്. വോട്ട് ചേർപ്പിക്കാൻ, കള്ളവോട്ട് ചേർപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരേണ്ട ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ അധികാരത്തിലെത്താനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്.